തായ്പേനിൽ നടക്കുന്ന ഗോൾഡൻ ഹോഴ്സ് ഫിലിം ഫെസ്റ്റിവലിൽ എ.ആർ.എം ചിത്രത്തിന്റെ പ്രദർശനവുമായി ബന്ധപ്പെട്ടെത്തിയ ടൊവിനോ തോമസ് മറ്റൊരു സന്തോഷവും കൗതുകവുമുള്ള കാര്യം കൂടി പങ്കുവച്ചു. ടൊവിനോ ഫിലിം ഫെസ്റ്റിവലിന് വരുന്നതോടെ അനുബന്ധിച്ച് തായ്പേയിലെ ജ്യോതി പുറവസ്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തായ്വാൻ എന്ന സ്ഥാപനം 2018 എന്ന സിനിമയുടെ ഒരു സ്ക്രീനിംഗ് ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു എന്ന് ടൊവിനോ പോസ്റ്റിൽ പറയുന്നു. നിറഞ്ഞ സദസ്സോടായിരുന്നു 2018 വീണ്ടും കാണാനും സ്ക്രീനിങ്ങിന് ശേഷം പ്രേക്ഷകരോട് സംസാരിക്കാൻ സാധിച്ചുവെന്നും ഈ സ്ക്രീനിന്റെ ടിക്കറ്റ് വിൽപ്പനയോട് സമാഹരിച്ച തുക മുഴുവനും മ്യാൻമാറിലെ ഭൂകമ്പ ബാധിതരുടെ പുനരധിവാസ പ്രവർത്തനത്തിലേക്ക് സംഭാവനയായി നൽകണമെന്നും സംഘാടകർ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന്റെ അതിജീവനത്തിന്റെ കഥ പറഞ്ഞ ചിത്രം നാളുകൾക്കിപ്പുറം ആകസ്മികമായി ദുരന്തം നേരിടുന്ന മറ്റൊരു നാടിനെ തിരിച്ചുപിടിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ചെറിയ ഭാഗമാകുന്നു എന്നതും അതിന് ഞാനൊരു കാരണമായി മാറുന്നു എന്നതാണ് ഈ ദിവസത്തെ വലിയ സന്തോഷവും അഭിമാനമെന്നും ടൊവിനോ പോസ്റ്റിൽ പറയുന്നു. ടൊവിനോയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം. തായ്വാനിലെ തായ്പേനിൽ നിന്നാണ് ഈ കുറിപ്പ് എഴുതുന്നത്. പോയ വർഷം ഞങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച എ.ആർ.എം ഇവിടെ നടക്കുന്ന ഗോൾഡൻ ഹോഴ്സ് ഫിലിം ഫെസ്റ്റിവലിൽ ഇന്നു മുതൽ പ്രദർശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. അതിനോടൊപ്പം ഒരുപാട് അഭിമാനവും സന്തോഷവും കൗതുകവും മറ്റൊരു ചടങ്ങ് കൂടി ഇവിടെ നടന്നു. ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഞാൻ ഇവിടെ വന്നിരുന്നതുണ്ടെന്നറിഞ്ഞ് ജ്യോതി പ്രവാസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തായ്വാൻ എന്ന സ്ഥാപനം 2018 സിനിമയുടെ ഒരു സ്ക്രീനിങ്ങിന് പോയ ഓപ്പൺ ഫോറം ഇന്നിവിടെ തായ്പേനി ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുകയുണ്ടായി. നിറഞ്ഞോടെ സദസ്സോടെയായിരുന്നു 2018 കാണാനും സ്ക്രീനിങ്ങിന് ശേഷം പ്രേക്ഷകരോട് സംസാരിക്കാനും സാധിച്ചു. സിനിമ ഒരു മാജിക് ഉണ്ടെങ്കിലും ഭൂമിശാസ്ത്രമായ അതിരുകൾക്കപ്പുറം മനുഷ്യനിർമ്മിതമായ മതിലുകൾക്കപ്പുറം മനുഷ്യനെ തമ്മിൽ ചേർത്ത് വയ്ക്കാൻ ആ മായാജാലത്തിന് കഴിയുമെന്നും നമ്മൾ നല്ലൊരു ഉദ്ദേശത്തോടെ ചെയ്യുന്നതും ഒരു ചെയിൻ റിയാക്ഷൻ പോലെ നന്മയിൽ നിന്ന് നന്മയിലേക്ക് സഞ്ചരിക്കുന്നുമെന്നുള്ള വിശ്വാസം കൂടിയാണ്. ഒരു വേർതിരിവുമില്ലാതെ മനുഷ്യൻ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന നന്മകളുടെ ഒരു പുതിയ വർഷം നേർന്നുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ എന്ന് ടൊവിനോ പറഞ്ഞു.